നമസ്തേ. ഗുജറാത്ത് കലാപത്തിലെ പ്രതികളുടെ അതായത് ബിൽക്കീസ് യാക്കൂബ് റസൂൽ എന്നവരെ ബലാത്സംഗം ചെയ്യുകയും അവരുടെ കുടുംബത്തിലുള്ള ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്ത പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് ഗുജറാത്ത് ഗവൺമെൻറ് പുറപ്പെടുവിച്ച ഉത്തരവ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി റദ്ദാക്കിയുണ്ടായല്ലോ. ഇത് ബിൽക്കീസ് യാക്കൂബ് റസൂലിൻ്റെ ഒരു അപേക്ഷ പ്രകാരമാണ്, ഒരു റിട്ട് പെറ്റീഷൻ പ്രകാരമാണ് ഈ ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്താണ് ഉത്തരവിൻ്റെ സാഹചര്യം, എന്താണ് ഇതിൻ്റെ പ്രാധാന്യം, അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഇന്നലത്തെ ജഡ്ജിമെൻറ്റ് നമ്മുടെ നെറ്റിൽ ലഭ്യമാണ്. ആർക്ക് വേണമെങ്കിലും അത് വായിച്ചു മനസ്സിലാക്കി. 251 പേജുള്ള ഒരു ഉത്തരവാണ്. പക്ഷേ അതിൻ്റെ സുപ്രധാന ഭാഗങ്ങൾ വായിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഈ കലാപം നടന്നത് 2002 നമുക്കറിയില്ല. 3/2002 അന്ന് അത് ഗോദ്ര തീവയ്പ് കേസിനോട് ഉള്ള ഒരു പ്രതികരണമായിട്ടാണ് അന്ന് ഈ കലാപം ഉണ്ടായത്. ഗോദ്ര ഇല്ലായിരുന്നെങ്കിൽ ഗുജറാത്ത് കലാപം ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോൾ അത് ആ കലാപത്തിൽ ഇങ്ങനെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്ന, അപമാനം പേറേണ്ടി വന്ന ബിൽക്കീസ് യാക്കൂബ് റസൂലിൻ്റെ കുറ്റവാളികളെ, അവരുടെ കേസിലെ കുറ്റവാളികളെ 11 പേരെയാണ് ശിക്ഷിച്ചത്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയുണ്ടായി. അവർക്കെതിരെ, അതായത് ഈ ബിൽക്കീസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്തവർക്കും അവരുടെ കുടുംബത്തിലെ ആളുകളെ കൊന്നവർക്കും എതിരെ ഒരു FIR ഇടുകയും ആ FIR കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയാണ് FIR ഇട്ടത്. ആ FIR പിന്നീട് ആരെയും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അത് ക്ലോസ് ചെയ്യാനുള്ള നടപടികളുണ്ടാവുകയും ചെയ്തപ്പോൾ അതായത് ഈ തൽപര കക്ഷികൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഈ കേസിൻ്റെ അന്വേഷണം CBIക്ക് കൈമാറുകയും ചെയ്തു. CBI അങ്ങനെ അന്വേഷണം നടത്തി അത് ചാർജ് ഷീറ്റ് 19/4/2004 സമർപ്പിക്കുകയും ചെയ്തു. 20 ആൾക്കാരായിരുന്നു ആ കേസിലെ CBIയുടെ കേസിലെ പ്രതികൾ. ഇത് വിചാരണ ഗുജറാത്തിൽ നടന്നാൽ നീതി കിട്ടത്തില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായപ്പോൾ വിചാരണ തൊട്ടടുത്ത സംസ്ഥാനമായ മഹാരാഷ്ട്രയിലേക്ക് മാറ്റിക്കൊണ്ട് സുപ്രീം കോടതി 6/8/2004 ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അങ്ങനെ അതനുസരിച്ച് മുംബൈയിലെ CBI സ്പെഷ്യൽ കോടതിയിൽ വിചാരണ നടക്കുകയും ഈ 11 പ്രതികളെയും ജീവപര്യന്ത തടവിന് ശിക്ഷിച്ചുകൊണ്ട് 21/1/2008 ഉത്തരവാകുകയും ചെയ്തു. അവർക്ക് ജീവപര്യന്തം തടവിനാണ് അവരെ ശിക്ഷിച്ചത്. ഇതിനിടയിൽ അതിനുശേഷം ഈ പ്രതികൾ ശിക്ഷാവിധിയെല്ലാം കഴിഞ്ഞു ഹൈക്കോടതി ആ ശിക്ഷയെ ശരിവെക്കുകയും ചെയ്തപ്പോൾ പിന്നെ അവർ മുംബൈ ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ നൽകി അവരെ ഇനി അവരുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം അവിടെയാണല്ലോ കുറ്റകൃത്യം നടന്നതും ശരിക്ക് കേസ് ഉത്ഭവിച്ചതും അവിടെയാണല്ലോ. അപ്പോൾ അവരെ അങ്ങോട്ട് മാറ്റണമെന്ന് പറഞ്ഞൊരു അപേക്ഷ നൽകി മുംബൈ ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. അവർ കേസും പ്രതികളെയും എല്ലാം ഗുജറാത്ത് സംസ്ഥാനത്തിന് കൈമാറുകയും ചെയ്തു. അതോടുകൂടി അവിടുത്തെ പരിപാടി അവസാനിച്ചു. ഇനി ഈ ഗുജറാത്ത് ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ ജീവപര്യന്തം തടവാണല്ലോ. അവർ 14 വർഷം കഴിഞ്ഞപ്പോൾ 15 വർഷം ആകാറായപ്പോൾ അതിൽ ഒരാൾ ഈ സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ കേസിലെ R3 റെസ്പോണ്ടൻ്റ് 3 അയാൾ ഒരു അപേക്ഷ കൊടുക്കുന്നു. എനിക്ക് ശിക്ഷ ഇളവ് വേണം, റെമിഷൻ വേണം. 14 വർഷത്തിൽ കൂടുതൽ ഞാൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു, എനിക്ക് ശിക്ഷ ഇളവ് വേണം. അപ്പോൾ ഗുജറാത്ത് സർക്കാരിനാണ് ഈ അപേക്ഷ നൽകുന്നത്. ഗുജറാത്ത് സർക്കാർ പറഞ്ഞു, ഇത് ഞങ്ങളല്ല ഈ റെമിഷൻ അപേക്ഷ പരിഗണിച്ച് ഉത്തരവിടേണ്ട ഞങ്ങളല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിചാരണയും ശിക്ഷയുമൊക്കെ നടന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്തായതുകൊണ്ട് മഹാരാഷ്ട്ര സർക്കാരാണ് ഇതിന്മേൽ തീരുമാനമെടുക്കേണ്ടത്. നിങ്ങൾ അപേക്ഷ മഹാരാഷ്ട്ര സർക്കാരിന് നൽകണം എന്ന് മറുപടി കൊടുത്തു ഈ R3ക്ക്. അപ്പോൾ അതിനെതിരെ ഇങ്ങനെ ഒരു നിലപാട് ഗുജറാത്ത് സർക്കാരിന് എടുക്കാൻ കാരണം CRPCയിലെ 432 7 ഉപവകുപ്പ് പ്രകാരം
ഈ റെമിഷൻ നൽകാനുള്ള അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഈ വിചാരണയും ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയും ചെയ്ത സംസ്ഥാനം ആണ്. അങ്ങനെയാണ് മഹാരാഷ്ട്ര സർക്കാരിന് അപേക്ഷിക്കണമെന്ന് ഗുജറാത്ത് സർക്കാർ നിലപാടെടുത്തത്. ഇതിനെതിരെ ഈ R3 ഗുജറാത്ത് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. ഹൈക്കോടതിയും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചു. അപ്പോൾ ഇനി അയാൾക്കുണ്ടായിരുന്ന ഒരു പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര സർക്കാരിനെ സമീപിക്കുക എന്നുള്ളതാണ്. മഹാരാഷ്ട്ര സർക്കാരിനെ സമീപിച്ചപ്പോൾ അവർ ഈ CRPCയിലെ ചട്ടം അനുസരിച്ച് ഇത് ശിക്ഷ വിധിച്ച കോടതിയിലെ ജഡ്ജിൻ്റെയും കേസ് അന്വേഷിച്ച ഏജൻസിയുടെയുമൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കണം. അങ്ങനെ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ അവരൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് സർക്കാരിന് നൽകിയത്. ഈ സ്പെഷ്യൽ ജഡ്ജ് പറഞ്ഞത് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ അപ്പോഴത്തെ റെമിഷൻ പോളിസി അനുസരിച്ച് ഇയാളുടെ കുറ്റം വളരെ ഗുരുതരമായിട്ടുള്ള ഒന്നാണ്. ഇതിന് 28 വർഷമെങ്കിലും ജൂരി എന്തുവാണെങ്കിലും 28 വർഷമെങ്കിലും തടവിൽ കിടന്നെങ്കിൽ അയാൾക്ക് റെമിഷൻ അപേക്ഷിക്കാൻ അർഹതയുണ്ടാവുകയുള്ളൂ എന്നാണ്. ഇതോടുകൂടി ഈ R3 എന്ന് പറയുന്ന ആൾ മഹാരാഷ്ട്ര ഗവൺമെൻറ് സർക്കാരുമായിട്ടല്ല സംസ്ഥാനമായിട്ടുള്ള ഈ റെമിഷൻ ഇടപാട് അവസാനിപ്പിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ 28 വർഷം കഴിഞ്ഞല്ലേ അയാൾക്ക് അവിടെ വീണ്ടും റെമിഷന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ അയാൾ വീണ്ടും ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. ഗുജറാത്തിൽ അയാൾ ഈ കുറ്റം ചെയ്യുന്ന കാലയളവിൽ ഉണ്ടായിരുന്ന റെമിഷൻ പോളിസി അനുസരിച്ച് അയാൾക്ക് റെമിഷൻ നൽകാൻ നടപടി ഉണ്ടാകണം. ഇതാണ് അയാളുടെ അപേക്ഷ. പക്ഷേ വീണ്ടും ഗുജറാത്ത് ഹൈക്കോടതി പറഞ്ഞു ഇത് പറ്റില്ല. കാരണം CRPC അനുസരിച്ച് മഹാരാഷ്ട്ര സർക്കാരാണ് അത് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇതിനെ തുടർന്ന് R3 സുപ്രീം കോടതിയെ സമീപിച്ചു. അത് 13/5/22 ഒരു ഉത്തരവ് ഉണ്ടാകത്തക്ക 2022 130 റിട്ട് പെറ്റീഷൻ ക്രിമിനൽ റിട്ട് പെറ്റീഷൻ 135/2022 ഈ കേസ് ഇങ്ങനൊരു കേസാണ്, ഒരു പെറ്റീഷനാണ് അയാൾ തുടർന്ന് സുപ്രീം കോടതിയിൽ കൊടുത്തത്. അതിനകത്ത് അയാൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഗുജറാത്ത് ഹൈക്കോടതിയുടെയും അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഹൈക്കോടതിയുടെയും ബോംബെ ഹൈക്കോടതിയുടെയും നിലപാടുകൾ ഇതുപോലെ പരസ്പര വിരുദ്ധമാണ്. അതുകൊണ്ട് എൻ്റെ റെമിഷൻ അപേക്ഷ പരിഗണിക്കാൻ ഗുജറാത്ത് സർക്കാരിന് നിർദ്ദേശം നൽകണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഈ പെറ്റീഷനിലെ അപേക്ഷ. ഇതനുസരിച്ച് സുപ്രീം കോടതി ഒരു ഉത്തരവ് 13/5/22 പുറപ്പെടുവിച്ചു. എന്തായിരുന്നു ആ ഉത്തരവ്? അതായത് ഇയാളുടെ റെമിഷൻ അപേക്ഷ പരിഗണിക്കാനുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം അപ്രോപ്രിയേറ്റ് സർക്കാർ എന്ന് പറയുന്നത് ഗുജറാത്ത് സർക്കാരാണെന്നാണ്. പക്ഷേ ഈ കേസിൽ ഗുജറാത്ത് സർക്കാർ അന്നും എടുത്ത നിലപാടെന്ന് പറയുന്നത് CRPC അനുസരിച്ച് ഞങ്ങളല്ല മഹാരാഷ്ട്ര സർക്കാരാണ് ഇത് തീരുമാനിക്കേണ്ടത്. ഹൈക്കോടതിയും അതേ നിലപാട് തന്നെ സ്വീകരിച്ചു. അതിനെല്ലാം തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് അല്ല നിങ്ങൾ ഗുജറാത്ത് സർക്കാർ തന്നെയാണ് ഇത് തീരുമാനിക്കേണ്ടത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സുപ്രീം കോടതി അത് വിശദീകരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറ്റകൃത്യം നടന്നതും പ്രതികളിപ്പോൾ ജയിലിൽ കഴിയുന്നതുമെല്ലാം കേസെടുത്തതും ഒറിജിനലായിട്ടുള്ള കേസെടുത്തതുമെല്ലാം ഗുജറാത്തിലാണ്. പിന്നെ എങ്ങനെ മഹാരാഷ്ട്ര ബന്ധം വരുന്നു? മഹാരാഷ്ട്രയിലേക്ക് ഈ കേസിൻ്റെ വിചാരണ നടത്താൻ വേണ്ടി മാത്രം ആ ലിമിറ്റഡ് പർപ്പസിന് വേണ്ടി മാത്രമാണ് കേസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. ഇപ്പം ആ ലിമിറ്റഡ് പർപ്പസ് കഴിഞ്ഞു, അത് നേടിക്കഴിഞ്ഞു. എന്നിട്ട് ആ കേസ് വീണ്ടും ഗുജറാത്തിലേക്ക് തന്നെ മാറ്റി. അതാരാ മാറ്റിയത്? മുംബൈ ഹൈക്കോടതി തന്നെ ഒരു ഉത്തരവിലൂടെ ഈ പ്രതികളെ ഗുജറാത്തിലേക്ക് തന്നെ മാറ്റിയതാണ്. കേസും അങ്ങോട്ട് മാറ്റി. അപ്പോഴേ ആരാണ് ഇതിൻ്റെ അവകാശി? അധികാരമുള്ളവർ. റെമിഷൻ പരിഗണിക്കേണ്ട അധികാരത്തിൻ്റെ അപ്രോപ്രിയേറ്റ് സർക്കാർ എന്നാണ് ഗുജറാത്ത് സർക്കാർ തന്നെയാണ്. ഇതാണ് സുപ്രീം കോടതി അന്ന് പറഞ്ഞ ഉത്തരവ്. അത് 13/5/2022 ഉത്തരവ് ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്ന് ഗുജറാത്ത് സർക്കാർ അവരുടെ കൺസിസ്റ്റൻ്റായിട്ട് സ്വീകരിച്ചു പോകുന്ന ഒരു നിലപാടിന്, അതായത് CRPC അനുസരിച്ചുള്ള ഒരു നിലപാടിനെതിരായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി നിലപാടെടുത്തത്. അവർ ഈ സുപ്രീം കോടതി ഉത്തരവ് 13/5/22 ഉത്തരവ് കിട്ടിയ മുറയ്ക്ക് അവർ ഇയാളുടെ അപേക്ഷ പരിഗണിച്ചു. പക്ഷേ ഇതിനിടയിൽ ബാക്കിയുള്ള പ്രതികളും ഈ സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ കേസിൽ
R4 മുതൽ R13 വരെയുള്ള, അതായത് മൊത്തം 11 പ്രതികൾ. ആദ്യം R3 കൊടുത്തു, ബാക്കി 10 പ്രതികളും കൂടെ ഇതിന് റെമിഷന് വേണ്ടി അപേക്ഷിച്ചു. ഇവരുടെ എല്ലാവരുടെയും കൂടെ അപേക്ഷ ഒരുമിച്ച് പരിഗണിച്ച് ഗുജറാത്ത് സർക്കാർ റെമിഷൻ ഉത്തരവായി. അത് റെമിഷൻ 10/8/2022 റെമിഷൻ ഉത്തരവുണ്ടാകുന്നത്. അത് 13/5/22 സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് ഒരു ജയിൽ അഡ്വൈസറി കമ്മിറ്റിയൊക്കെ കൂടി അതിനെ തുടർന്ന് 10/8/2022 റെമിഷൻ ഉത്തരവുണ്ടാകുന്നു. ഇവരെല്ലാം ജയിലിന് പുറത്തേക്ക് വിടുന്നു. ഇതാണ് വലിയ കോളിളക്കം സൃഷ്ടിച്ചത്. കാരണം അവർ 15 വർഷത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു. ഇതിനകത്ത് ഗുജറാത്ത് സർക്കാർ സ്വന്തം താല്പര്യങ്ങളൊന്നും നോക്കിയല്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒറിജിനേറ്റ് ചെയ്തൊരു നടപടിയുമല്ല, അവർക്ക് തോന്നിയതുപോലെ എടുത്തൊരു നടപടിയല്ല. സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് അടിസ്ഥാനത്തിൽ ആ ഉത്തരം അവർ അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. ഇതിനകത്ത് എന്താണ് ഇപ്പം ഗുജറാത്ത് സർക്കാരിന് ഏറ്റ കനത്ത അടി എന്നൊക്കെ പറയുന്നത്? അവർ സ്വന്തമായിട്ട് തോന്നി ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നെങ്കിൽ ശരി, അവർക്ക് കനത്ത അടി ഏറ്റിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇവിടെ അങ്ങനെയല്ല. അവർ ഇത് തങ്ങളുടെ ഡ്യൂട്ടി അല്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പറഞ്ഞത് അതല്ല, നിങ്ങളുടെ ഡ്യൂട്ടി ആണെന്നാണ്. ഇനി ഇപ്പോഴത്തെ കേസുണ്ട്, ഇപ്പോൾ ഇത് അതങ്ങനെ ഈ പ്രതികളെയെല്ലാം വെറുതെ വിട്ടു, അവരൊക്കെ സ്വതന്ത്രരായിട്ട് പോയി. അപ്പോഴാണ് ഈ പല ആളുകളും ഇങ്ങനെ റിട്ട് പെറ്റീഷൻ വീണ്ടും സുപ്രീം കോടതിയിൽ കൊടുത്തു ഈ റെമിഷൻ അനുവദിച്ചതിനെതിരായിട്ട്. വലിയ മഹുവ മൊയ്ത്ര പോലുള്ള ആക്ടിവിസ്റ്റുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിൽക്കിസ് യാക്കൂബ് റസൂലും കൊടുത്തു. അപ്പോൾ ബിൽക്കിസ് യാക്കൂബ് റസൂലിൻ്റെ റിട്ട് പെറ്റീഷൻ പരിഗണിച്ചാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ പ്രത്യേകമായിട്ട് പരിഗണിച്ചിട്ടില്ല. ഇനി ഈ ഉത്തരവിൽ സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? സുപ്രീം കോടതി പറഞ്ഞ 13/5/22 അവർ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് തെറ്റാണ്. ആരാണ് അതിന് ഉത്തരവാദി? അതനുസരിച്ച് പ്രവർത്തിച്ചവരെല്ലാം കുറ്റം ചെയ്യുമോ? കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഗുജറാത്ത് സർക്കാരിനെ എങ്ങനെ കുറ്റപ്പെടുത്തും? സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റ്, ആ തെറ്റായ ഉത്തരവ് അനുസരിച്ച ഒരു സർക്കാരിന് എന്ത് തെറ്റ് ചെയ്തെന്നാണ് പറയാൻ പോകുന്നത്? എന്ത് തെറ്റ് ചെയ്തെന്ന് പറയാൻ നമുക്ക് പറ്റും? അതിൻ്റെ ഗുണഭോക്താക്കളായ ഇവർ എന്ത് തെറ്റ് ചെയ്തു? സുപ്രീം കോടതി ഇപ്പം പറയുമെന്ന് പറഞ്ഞാൽ ഈ ഒരു നിയമവിരുദ്ധമായിട്ട് തെറ്റായിട്ടുള്ള രീതിയിൽ നേടിയ ആനുകൂല്യം നിലനിൽക്കത്തില്ല. അങ്ങനെ പല ന്യായങ്ങളും പറഞ്ഞിട്ടാണ് ഈ റെമിഷൻ ഉത്തരവ് അവർ റദ്ദ് ചെയ്തത്. എന്ന് വെച്ച് അവിടെ കൊണ്ട് തീരുന്നില്ല പ്രശ്നം. അതായത് അപ്രോപ്രിയേറ്റ് സർക്കാർ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര സർക്കാരാണ് എന്ന് വീണ്ടും സുപ്രീം കോടതി തിരിച്ചു പറയുകയാണ്. അതായത് 2022 13/5/2022 തങ്ങളുടെ ഉത്തരവിന് നേരെ വിപരീതമായിട്ട് അവരിപ്പോൾ പറയുന്നു ആ ഉത്തരവ് തെറ്റായിരുന്നു. ശരിക്ക് ഈ റെമിഷൻ അപേക്ഷകൾ പരിഗണിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് CRPC പ്രകാരമും മഹാരാഷ്ട്ര സർക്കാരാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും ഈ വെറുതെ വിട്ട, അതായത് റെമിഷൻ വഴി തുറന്നു വിട്ട ഈ 11 പേരും വീണ്ടും ജയിലിലേക്ക് പോകണം. അവിടെ അവസാനിക്കുന്നില്ല. അവർ അവിടെ പോയി അവിടെ ആയുഷ്കാലം മുഴുവൻ കിടക്കണമെന്നല്ല സുപ്രീം കോടതി പറയുന്നത്. അത് അവർ പറയുന്നുണ്ട്. പിന്നെ ഇവർ റെമിഷൻ അപേക്ഷിക്കണമെങ്കിൽ പോലും ഇവർ ജയിലിലായിരിക്കണം. അത് അവർക്ക് അന്നേരം ജയിലിൽ തൽക്കാലം ജയിലിൽ പോകുന്നതാണ് അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ ലിബർട്ടിക്ക് ഒരു അപേക്ഷ ഭാവിയിൽ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം അവർ ജയിലിൽ കിടക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് അവർ തൽക്കാലം ജയിലിൽ പോകണം എന്നുള്ളതാണ്. എന്നിട്ട് അവർ മഹാരാഷ്ട്ര സർക്കാരിന് അപേക്ഷ കൊടുക്കാം. മഹാരാഷ്ട്ര സർക്കാരിന് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. അതുകൊണ്ട് അവിടെ ഒരു എല്ലാ വാതിലുകളും അടഞ്ഞിട്ടില്ല അവരെ സംബന്ധിച്ചുള്ള അവർക്ക് പോകാം. ഒരു 15 വർഷം, ഇപ്പം 15 അല്ല, ഇപ്പം 16-17 വർഷമാകുന്നു അവർ ജയിലിൽ കിടക്കുകയാണ്. 16 വർഷമാകുന്നു അവർ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അവർക്കും ഒരു സ്വാതന്ത്ര്യത്തിന് ഒരു അവകാശമുണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി അംഗീകരിക്കുന്നത്. അവരുടെ ഒരു കൺഫ്യൂഷൻ, അവരതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. റൂൾ ഓഫ് ലോ ആണോ ലിബർട്ടി ആണോ
കൂടുതൽ പ്രാമുഖ്യം അർഹിക്കുന്നത് എന്നുള്ളതാണ്. റൂൾ ഓഫ് ലോ ഇല്ലെങ്കിൽ ലിബർട്ടിയും ഇല്ല എന്നുള്ള ആ തീരുമാനത്തിലെത്തിക്കും. അങ്ങനെ റൂൾ ഓഫ് ലോ പാലിക്കുന്നതിന് വേണ്ടി ഈ റമീഷൻ ഉത്തരവ് റദ്ദാക്കി അവരെ വീണ്ടും ജയിലിലാക്കുകയും ചെയ്യുന്നു. അവർക്ക് അവിടെ കിടന്നുകൊണ്ട് ഈ ലിബർട്ടിക്ക് വേണ്ടിയുള്ള പരിശ്രമം തുടരാം. ആദ്യമുള്ള ഇതിനകത്ത് കുറ്റപ്പെടുത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുജറാത്ത് സർക്കാർ ഒരു റിവ്യൂ പെറ്റീഷൻ എന്തുകൊണ്ട് സമർപ്പിച്ചില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ചോദ്യം. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 13/5/22 അവരൊരു തെറ്റായ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ എന്തുകൊണ്ട് ഒരു റിവ്യൂ പെറ്റീഷൻ സമർപ്പിച്ചില്ല? അങ്ങനെ സമർപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരുത്തില്ലായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗുജറാത്ത് സർക്കാർ ആവർത്തിച്ച് സ്വീകരിച്ചിരുന്ന ഒരു നിലപാടാണ് ഈ CRPC അനുസരിച്ച് മഹാരാഷ്ട്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഉത്തരവിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സുപ്രീം കോടതി നിലപാടെടുക്കുമ്പോൾ പിന്നെ അതിൽ അഗ്രീവ്ഡ് ആ ഉത്തരവ് കൊണ്ട് അഗ്രീവ്ഡ് അല്ല ഗുജറാത്ത് സർക്കാർ. അപ്പോൾ എന്തിനാണ് ഗുജറാത്ത് സർക്കാർ ഒരു റിവ്യൂവിന് പോകുന്നത്? ഇപ്പം സുപ്രീം കോടതി ഇത് ഓരോ കാലത്ത് ഓരോ രീതിയിൽ ഇങ്ങനെ ഒരേ പ്രശ്നത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ കുഴങ്ങുന്നത് സർക്കാരുകളും നാട്ടുകാരും ഇതിന് ഈ തെറ്റായ ഉത്തരവുകൾക്ക് വിധേയരാകുന്നവരുമാണ്. സുപ്രീം കോടതി കാര്യങ്ങളിൽ കൂടുതൽ അവധാനത കാണിക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നന്ദി, നമസ്കാരം.